ഈശ്വര, ഇവിടെ താമസിക്കാനാകണേ. 10,000 ഉറുപ്പ്യ തന്നിട്ട് താമസിച്ചു. ഞാൻ വിളിച്ചിരുന്നു. അത് എന്റെ ഫോണിലേക്ക് മോളിലെ റൂം. അതെ, വരൂ. ഇതിലെ അല്ല, സോറി, ഇതിലെ വരും. മോളില വരും, സൂക്ഷിച്ച്. മോളിലെ റൂം കയറിക്കോളൂ. സൂക്ഷിച്ച് കയറണേ. എങ്ങനെയുണ്ട്? എന്തൊരു പെട്രോളും പരവേശം പോലെ. അതെ, ഓളയുടെ താമസിച്ച ഓളും പെങ്ങളാവൂ? ഒരിക്കലുമില്ല. ഈ നമ്പറൊക്കെ വേണേ കിട്ടോ, പക്ഷെ ഓള് വീഴണം. ഓക്കെ. എന്താ പിന്നെ എന്റെ 10,000 അതെനിക്ക് കിട്ടണം. അതിക്ക് ഉറപ്പില്ല. ഇല്ലെങ്കിൽ എന്റെ മൊബൈൽ ഞാൻ വെക്കൂ. ഇവിടെ കംപ്ലീറ്റ് ഫാമിലി അറ്റ്മോസ്ഫിയർ ആണ്. കംപ്ലീറ്റ് ഫ്രീഡം. ഇവിടെ താമസിക്കുന്നവരത് കംപ്ലീറ്റ് ആയിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, ഇല്ലേ? കംപ്ലീറ്റ് ആണ്. താഴെ താമസിക്കുന്ന 2 ഫാമിലി ഒരു കംപ്ലൈന്റും ഇല്ലാതെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. 3ാമത് ഒരാളാവാനുള്ള ഭാഗ്യമാണ് കുട്ടിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ഒരു മുറി മാത്രമേ ബാക്കിയുള്ളൂ. താഴെ കംപ്ലീറ്റ് കിച്ചൺ ഫെസിലിറ്റി ഉണ്ട്. വേണേ സെൽഫ് കുക്ക് ചെയ്യാം. ഈ വീടിന്റെ ഓണറാണ്. ഓണേഴ്സാണ് ഞങ്ങള്, ബ്രദേഴ്സും കൂടെയാണ്. കണ്ടോളൂ, അകത്ത് കയറി. പ്ലീസ് ഗോ ഇൻസൈഡ് ആൻഡ് കംപ്ലീറ്റ് ഓവറാക്കി. അത് പിന്നെ അറിയാതെ ആയിപ്പോയത് ഒരു സഭാകമ്പം. ഈ എന്താ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല ഇതുവരെ? ഓൾ പെണ്ണല്ലടാ, ഹൂറിയാടാ. ആ ഹൂറി എനിക്ക് 10,000 ഉറുപ്പ്യ തന്നില്ലെങ്കിൽ ആ ഹൂറിനെ ഗേറ്റിന്റെ പുറത്തു. എന്താ പേര്? ഞാൻ ഷെറിൻ. എന്റെ വീട് വയനാടാ. BSc നഴ്സിംഗ് കഴിഞ്ഞു. IELTS പഠിക്കാൻ വന്നതാ. ഒരു 3 മാസം താമസിക്കണം. റൂം എനിക്ക് ഇഷ്ടമായി. അഡ്വാൻസും വാടകയും എത്രയാ ഉദ്ദേശിക്കുന്നത്? അഡ്വാൻസ് അങ്ങനെ അഡ്വാൻസ് വെറും 10,000 ഉറുപ്പ്യ, റെന്റ് 5,000. 10,000? ഈ മുറിക്കോ? വളരെ കൂടുതലാ. അയ്യോ, അങ്ങനെ പറയരുത്. ഇത് ഹാർട്ട് ഓഫ് ദ സിറ്റിയാണ്. ബസ് സ്റ്റാൻഡ് 5 മിനിറ്റ്, റെയിൽവേ സ്റ്റേഷൻ 10 മിനിറ്റ്, മാനേജർ സ്ക്വയർ, ബീച്ച്, കളക്ടറേറ്റ്, മിഠായി തെരുവ്. എന്ത് പറഞ്ഞാലും കൂടുതലാ. അതെ, ഇങ്ങ വന്നേ ഒരു സെക്കൻഡ്. അതെ, 5,000 പോരെ? പോരാ. 5,000-ന് പറ്റിയ ഒരു കോഴ്സും ഇല്ല. ഇല്ല. അതെ, അഡ്വാൻസിലൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. റെന്റിൽ വേണേൽ കുറച്ചെന്തെങ്കിലും കുറച്ച് റെന്റല്ലേ ഉള്ളൂ. സോറി. അല്ല, പോട്ടെ. പെണ്ണാലോചിക്കാനും കെട്ടിച്ചേരാനും തന്തൻ തള്ളയില്ല പളച്ചോണെന്ന് പറഞ്ഞൊക്കെ ഇജ്ജും മറന്നുല്ലേ? അതിനൊക്കെ ഇനിയും സമയമില്ല ചേട്ടാ. സമയം എന്റെ പെണ്ണങ്ങല്ലേ. ആ കൊച്ചു പോയല്ലോ. ഓൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ഒരുപാട് ഫോൺ കോൾ പറഞ്ഞിട്ടെന്ന് നസി പറഞ്ഞ്. ആരെങ്കിലും വരുന്നേ. ആ എന്തു നടക്കാവിലൊരു ഡോക്ടറുണ്ട് അത്രേ. അവിടെ ചെല്ലുന്ന പെണ്ണുങ്ങളെല്ലാം പ്രസവിക്കും. അതൊക്കെ ഒരു ഭാഗ്യല്ലേ ഇത്ത. ദൈവം എന്താ വിചാരിച്ചേക്കണേന്ന് ആർക്കറിയാം. ഞാൻ പറഞ്ഞേ ഉള്ളൂ. ചായ കേട്ടില്ലേ? അങ്ങനെ എപ്പോഴും എല്ലാ ഒന്നും കേൾക്കൂടാ എന്റെ ഇത്ത. മോനെ പൊട്ടൻ ചുക്കാതി വാങ്ങണേ. ആ പവിയേട്ടാ, ഏട്ടാ പോയിട്ട് വരുമ്പോ കുറച്ച് പച്ചക്കറി കൂടി വാങ്ങണേ. ഇവിടെ ഒന്നും ഇരിപ്പില്ല. നോക്കാം. സാറേ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞങ്ങള് സാറിനൊന്ന് കാണാൻ വെച്ചിട്ട് ഇരിക്കുകയായിരുന്നു. ഞങ്ങളെ വഴിയാധാരാക്കിയ ഒരു ആധാരം ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. സാറിന്റെ സഹായങ്ങൾ ഉണ്ടാവണം. ഒരു സഹായവും പ്രതീക്ഷിക്കേണ്ട, വാടക കൃത്യമായിട്ട് തരും. താങ്ക്സ്. ഇയാളെന്തൊരു മനുഷ്യന്. വെറുതെ അല്ല പോകുന്നിടത്തല്ല അപ്പൊ തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഊള. ഉമ്മ 2 ചായ തരൂ. ചായ മാത്രല്ലേ മോനെ, കഴിക്കാനുണ്ട്. നസീ, കഴിക്കാനുണ്ട്. എന്തായി റൂം കൊടുക്കലും എല്ലാം നടക്കുവോ? ഓ, റൂം കൊടുത്ത 10,000 കിട്ടിയിട്ട് ഇവൻ ലിഫ്റ്റ് ടെക്നീഷ്യൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തൊരു ആശ്വാസം. പരീക്ഷ, പഠിത്തം, ക്ലാസ് റൂം, ചോറ്റുപാത്രം ഒന്നും വേണ്ട. ദൈവം എന്റെ കൂടെ തന്നെ മോളെ. വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിന്, പണയം വെച്ച് പഠിക്കൂ.
താങ്ക്സ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, അടുക്കളപ്പണിക്ക് ആളില്ലാത്ത വീട്ടിൽ വളർന്ന കൊച്ച. അല്ലെങ്കിൽ ഇത്രയും രുചികരമായ ഭക്ഷണം ഉണ്ടാക്കത്തില്ല. നല്ല കൈപുണ്യം. അവളെ ഈ അടുക്കളയിൽ തന്നെ നിർത്തിയേക്കണം. അത് ഓൾക്കൂടെ തോന്നണ്ടേ? അതൊക്കെ നിന്റെ മിടുക്ക് പോലെ ഇരിക്കും. പിന്നെ എന്നെ കൊണ്ട് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറഞ്ഞാ മതി. ഇത്ര കാലായിട്ട് നല്ലൊരു ഉപ്പേരി വെക്കാൻ ഇക്ക അറിഞ്ഞൂടാ. കണ്ടു പണിയുടെ കൈപുണ്യം. ലോകത്ത് കൈപുണ്യം മാത്രമല്ല, അതിലും വലിയ പുണ്യങ്ങൾ വേറെ ഉണ്ട്. ആ അതൊക്കെ നമ്മുടെ നെസിമോള് തന്നെയാ മിടുക്കി. അവളോടെന്തെങ്കിലും ചോദിച്ചാ ഉത്തരം പറയാൻ എന്താ ഒരു ഭാവം. ചോദിച്ച അപ്പ തുടങ്ങും. ആ ഈ ഓ ഒരു ഗമക്കാരി. ആ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്. അതാ വാ തുറന്ന് മിണ്ടാത്തത്. അല്ല, മിണ്ടാപ്പൂച്ച കലവടയ്ക്കുമെന്നാ പ്രമാണം. അതാണ് എന്റെ ഒരു പ്രതീക്ഷ. Fact is, howler monkeys are considered to be among the loudest animals. Well, you be the judge. നമസ്കാരം സാറേ. എന്താടോ രാത്രിയില് ഓഫീസ് കാര്യം വല്ലതും ആണെങ്കിൽ നാളെ ഓഫീസിൽ വെച്ച് സംസാരിക്കാം. അല്ല, ഓഫീസിൽ ഒന്ന് സംസാരിക്കാൻ പറ്റാത്ത കാര്യം വേണ്ട, വീട്ടിലോട്ട് വന്നേ. ഇത് ട്രൂ ലൈൻ പിള്ളേഴ്സിന്റെ പാർട്ട്നേഴ്സാ. ഇത് പീറ്റർ, അത് ഫാൻസി സാറ്. ജോണേ, അതിങ്ങടുത്തെ. ഞാൻ സാറിനെ പേഴ്സണലായിട്ടൊന്ന് കാണാൻ വന്നതാ. സാറിനോട് ഗുണമുള്ളൊരു കാര്യ. അതൊക്കെ സാറിന് അറിഞ്ഞൂടെ? അങ്ങോട്ട് വെക്കടാ. എടുക്കടോ. എടുത്തോണ്ട് പോവാൻ. എന്താ സാറേ, ഇവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി കൊണ്ടുവന്നല്ലേ? എടുത്തില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. ഇന്ദു, നീ ഫോണിൽ എടുത്തേ. നിങ്ങളിത് എടുക്ക്. അനിയ, എടുത്തോണ്ട് പോടും. അപ്പൊ സാർ അടുക്കത്തില്ലല്ലേ? ഇറങ്ങി പോടോ. പോകാം, പക്ഷേ കഴിക്കാത്ത ഒതുങ്ങിയില്ലെങ്കിലേ കഴുത്തി പിടിക്കുന്ന എന്റെ ശീലം. അങ്ങനെയാ മുന്നത്തെ വില്ലേജ് ഓഫീസറും പോയത്. സാറ് നാളെ ഓഫീസിലോട്ട് വാ, ഇതിനുള്ള സ്വീകരണം അവിടെ കാണും. വണ്ടി എടുക്കണ ജോണേ. എനിക്ക് പേടിയാ, ഞാൻ പോണില്ല. നീ ഒരാൺകുട്ടിയാണെന്നുള്ള കാര്യം മറക്കണ്ട. അത് ഇതുവരെ തോന്നിയിട്ടില്ലല്ലോ. സിഗരറ്റ് കോളെടുത്ത് കളഞ്ഞു. എത്ര മണിക്കാണ് ക്ലാസ്? 10 മണിക്ക്. ആ പവിത്രൻ സാർ ഓഫീസിൽ പോകാതെ പേടിച്ചിരിക്കുക. നമുക്ക് അങ്ങോട്ട് ഏറ്റെടുത്താലോ? കുഴപ്പമാവോ? ആയാലും ഡീൽ ചെയ്യണം. മൂപ്പരെ ദയവായിട്ട് ഇവിടെ എത്തിച്ചതെന്ന എൻ്റെ ഒരു വിചാരം. മൂപ്പര ആ ഓഫീസിൽ തന്നെ ഇരിക്കണം, നമ്മളെ ഉപേക്ഷിക്കാൻ പറ്റാതാവണം. എന്നാ ഈ വീടിന്റെ ആധാരത്തിന്റെ കാര്യത്തിൽ നമ്മളെ സഹായിക്കാൻ മൂപ്പര് ഒരു വഴി കണ്ടുപിടിക്കും. അത് ശരിയാ. ചാഞ്ഞിക്കണ ഏണിയാ. ഒന്ന് കേറാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. കേറല്ലേ? അയ്യോ, നിങ്ങളായിരുന്നു സാറേ. ഈ സിറ്റിയിൽ കൊണ്ടും കൊടുത്തും വളർന്നവരാ ഞങ്ങൾ. അതുകൊണ്ട് ഓല് സാറിനെ എന്തെങ്കിലും ചെയ്ത് കളയൊന്നും പേടിക്കണ്ട. സാർ എനിക്ക് ഇന്ന് സാറിന് വില്ലേജ് ഓഫീസിൽ ഞാൻ കൊണ്ടാക്കാം. നമുക്ക് നോക്കാന്നേ. ഇനിയും സാർ എഴുന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ പോക്കും. സാർ ഇന്ന് ഓഫീസിൽ പോയിരിക്കും. എന്ത് വേണമെന്ന് സാറിന് തീരുമാനിക്കാം. ഏറ്റല്ലോ. ഏറ്റ്. എങ്കിൽ ഞാൻ വരാം. എന്നാലും ആരും ഇത്രയ്ക്കങ്ങോട്ട് വിചാരിച്ചില്ല. നമുക്ക് തിരിച്ചു പോയാലോ? സാറ് ചെല്ല്. സാർ ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വരാൻ ധൈര്യമായിട്ട്. അനിയാ, തന്റെ സാറിന് ഇപ്പം മനസ്സിലായി കാണും സുരേന്ദ്രൻ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്റെ ഒരു സ്വഭാവം ഇങ്ങനെയാ അനിയ. ഞാൻ വിചാരിച്ചാൽ അത് നടക്കണം, ഇല്ലെങ്കിലേ ഓടിക്കും. അല്ല അതെ, ഒടിക്കൊന്നും വേണ്ട, എല്ലാം നടക്കും. ഞാൻ പവിത്രൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു 12 മണിക്ക് ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള നവജീവൻ ക്ലബിലേക്ക് വാ, നമുക്ക് അവിടെ സംസാരിക്കാം. പിന്നെ പറഞ്ഞ പൈസ കിട്ടണം. അതൊക്കെ ഞാൻ വാങ്ങിച്ചു തരും, പക്ഷേ കിട്ടുന്നതിന്റെ പകുതി എനിക്ക്.
ഡീലൊക്കെ നമുക്ക് അവിടെ ശരിയാക്കാം. പവിത്രൻ സാറും കാണാം. അപ്പം വേറെ പാർട്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് വിളിച്ചാൽ മതി. ആ പിന്നെ ഈ ഇവിടെയുള്ള പോസ്റ്ററൊക്കെ അതിനു മുമ്പ് പോയിരിക്കണം. അത് ഞാൻ ചെയ്തോളാം. വിട്ടോ. ശരി. ക്യാമറയൊന്നും ഇല്ലല്ലോ അനിയ. ഉണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാര്യം നടന്നാ മതി. എന്റെ പവിത്രൻ സാറേ, എന്തിനാ വെറുതെ ഈ ഷോ കാണിക്കാൻ പോയത്? എന്നെ കൊണ്ട് സാറിനെ നാറ്റിക്കുകയും ചെയ്തു. എന്നിട്ടേ സാറൊന്നും ഇവിടെ ഇരിക്കുകയും ചെയ്തു. അപ്പോ നാറ്റിച്ചത് നിങ്ങൾ തന്നെയാണ്. കൺഫേം അല്ലേ? രാജമ്മേ, പാവങ്ങളുടെ നെഞ്ചത്ത് ഒരു പോസ്റ്റർ ഒട്ടിക്കും. വേണ്ട യാഹു, വേണ്ട. എന്താ മതി മതി മതി, അയാളെ പൊക്കോട്ടെ. ഒന്നരയായാലും കൂട്ടും. എടാ മതി, അയാൾ ചത്തുപോകും. രാജമ്മ മതി. സാറേ അടിക്ക്. വേണ്ട കുണ്ടറേ, താഴ്ന്നിട്ട് പൊയ്ക്കോ. അടിക്കണു. അടിക്കാൻ എങ്ങനെയുണ്ട്? നീ എന്താ ഈ നേരത്തെ? ഉണക്കലും നാമം ചൊല്ലും അല്ലാതെ അടുക്കള വേറെ പണിയൊന്നും ഇല്ലല്ലേ? അതിന് ഇന്ദു ഉണ്ടല്ലോ. ഹിന്ദു മാത്രമല്ലല്ലോ കഴിക്കുന്നത്. കിട്ടുന്ന പച്ചക്കറി മുഴുവൻ വിഷമാ. ഉപ്പുളത്ത് കഴിയെടുത്ത് ഉപയോഗിക്കാവുള്ളൂ. ശരി പവിത്ര സാറേ. ഇനി സാറ് വേണ്ട, പവിത്രൻ അത് മതി. ഹിന്ദു, ഹിന്ദു, ആ അടുപ്പത്തെന്താ? ഉള്ളിത്തീയല് താത്തു വെക്ക്.